എന്താന്ന് മനസ്സിലായോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്തുണ്ടാക്കണം എന്നോർത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും പഴയൊരു നൊസ്റ്റാൾജി വന്നു. ഞങ്ങളിതിന് കൊഴുക്കട്ട എന്നാണ് പറയാറ്. ഇപ്പം എല്ലാവരും ഉണ്ടാന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും കൂടി ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയിൽ കുറച്ച് ശർക്കര ചീകിയിട്ടു, കുറച്ച് തേങ്ങ ഇട്ടു, ലേശം ഉപ്പിട്ടു, കുറച്ച് ജീരകം ഇട്ടു. എന്നിട്ട് നന്നായിട്ട് കുഴച്ചു. അതായത് ഒരുപാട് വെള്ളം പാടില്ല. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ച് വെറുതെ ഉരുട്ടി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചതാണ് ഈ സംഭവം. പെട്ടെന്ന് ഉണ്ടാകാം, ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ. എനിക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. ഇത് ഉപ്പിട്ടുണ്ടാകും, അതും എനിക്കിഷ്ടമാണ്. അരിപ്പൊടിയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം ഇത് ഉരുട്ടി, ഇത് മധുരമോ ആണെങ്കിൽ മധുരം, അല്ല ഉപ്പിട്ടാണെങ്കിൽ അങ്ങനെ കുറച്ച് തേങ്ങ കൂടുതൽ ചേർത്ത് ഉരുട്ടി ഉരുട്ടി ആ വെള്ളത്തിൽ കുറച്ച് വെള്ളം വയ്ക്കും, അതിനകത്ത് വേവിച്ചിട്ട് ആ വെള്ളം ഞങ്ങൾ കുടിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിയാണ്. നമുക്ക് തോന്നും അന്ന് ചിലപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഉണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അത് നമുക്കൊരു ഹെൽത്തിയാണ്. അപ്പം അങ്ങനെ ഇല്ല. ഇതിപ്പോൾ ഞാൻ ആവിയിൽ വേവിച്ചതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ശർക്കര മേടിച്ച് വെച്ചിട്ട് തൊട്ടിട്ടില്ല. രണ്ട് പേരായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല, ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല. ഇന്നിപ്പോൾ ഒരു മൂഡ് വന്നു. ശർക്കര അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ചീവിട്ടു, കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു. ഇത് കണ്ടില്ലേ, ആവിയിൽ അങ്ങോട്ട് വേവിച്ചു. ഇത് എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കഴിച്ചു നോക്കാം. ഒരുപാട് കാലം ഇത് കഴിച്ചിട്ടോ, കുറേ നാൾ, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അട ഇങ്ങനെയാണല്ലോ, ശർക്കരയും തേങ്ങയും, അടയുടെയാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കുന്നേ, വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ നമുക്ക് ചെറിയ വൈകിട്ട് ഉണ്ടാക്കേണ്ടതാണ്. എനിക്ക് ഇന്ന് രാവിലെ മൂഡ് വന്നു ഉണ്ടാക്കി. എന്ത് തോന്നിയാലും അപ്പം അങ്ങ് ഉണ്ടാകും, അങ്ങനെയാണ്. അതെന്ന് വെച്ചാൽ പഴയ പഴയ സാധനങ്ങൾ ഞാനിപ്പോൾ കഴിക്കുക. ലേറ്റസ്റ്റ് ഒക്കെ കഴിച്ച് ഒരുമാതിരിയായി. ഇപ്പം ആഗ്രഹം മുഴുവനും പഴയ ഭക്ഷണങ്ങൾ, നമ്മൾ ചെറുപ്പകാലത്ത് കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. പെട്ടെന്ന് തന്നെ വേവും, അധികം സമയമൊന്നും വേണ്ട. ഇത് കുഴച്ചെടുക്കുക. കുഴയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ട. കുഴയ്ക്കാം, നന്നായിട്ട് ഉരുട്ടി. വേണമെങ്കിൽ നമുക്ക് പിടിയുടെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഉരുട്ടി വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ വേവിക്കണമെങ്കിൽ വെള്ളത്തിലും വേവിക്കാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.